ആ ജിവാപ്പിന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? ജിവാപ്പ് ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ വോ സുന്ദരിയായിക്കാണ്. പക്ഷെ ഇപ്പന്റെ സ്നേഹം ഒന്ന് എനിക്കും ഒന്ന് ജീവനും. ഇപ്പൊ കൂടെ ഉണ്ടാവൂല. അതാ ഇപ്പൊ വരേറ്റേ. ഇപ്പൊ കുറച്ച് കഴിഞ്ഞാ വരോ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മള് ഇന്നൊരു ഡാൻമ ലൈഫാണ് കേട്ടോ. ഓക്കെ. ഒരാൾ പമ്പേഴ്സ് ഒന്നും ഇടാണ്ട കയറി വരുന്നുണ്ട്. ആ ആളെ ഞാൻ കാണിച്ചു തരൂല. ഓക്കെ. അപ്പൊ നമ്മളെ ഇന്നൊരു ഡാൻമ ലൈഫാണ്. രാവിലെ തന്നെ കല്യാണം കേട്ടോ ഗൈസ്. അപ്പൊ നമ്മളിന്ന് കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആവാണ്ടില്ല. ജിവോന് കുറേ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഈ ജിവു കുളിച്ച് സുന്ദരിയായിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. പിന്നെ ജിവുവിന്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളും കാണിച്ചു തരണ്ടേ? കാണിച്ചു കൊടുക്ക ജിവുവിന്റെ കോസ്റ്റ്യൂമൊക്കെ. ജിവു ഇങ്ങനെ കാണിച്ചു തരും കേട്ടോ. കുറെ രാവിലെ തന്നെ എടുത്ത് മോയ്സ്ചറൈസിങ് ക്രീം ഒക്കെ എടുത്ത് തേച്ച് സെറ്റപ്പ് ആക്കി നിൽക്കണം. പിന്നെ ബാസികാക്ക് അവിടെ ഇല്ല. ബാസികാക്ക് ഷോപ്പിൽ പോയിട്ടുണ്ട്. ഇന്ന് ഷോപ്പിൽ പെയിന്റിങ്ങിന്റെ ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ താഴത്തൊരു ഷട്ടർ എടുത്തിട്ടുണ്ട്. അപ്പൊ അതില് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, വർക്കുണ്ട്. സോ നമ്മൾ ആ ഷോപ്പിൽ എന്താണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഐറ്റം നമ്മൾ ആ ഷോപ്പിൽ വെക്കാൻ പോകുന്നുണ്ട്. അത് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നെക്സ്റ്റ് വ്ളോഗിൽ ഇനി പണി കഴിഞ്ഞിട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പം എല്ലാവരും റിക്വസ്റ്റ് ചെയ്തൊരു സാധനമാണ്. നമ്മൾ ആ ഷോപ്പിൽ ആ ഒരു ഷട്ടിൽ മാത്രമേ നമ്മൾ അത് ചെയ്യുന്നുള്ളൂ. സോ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞങ്ങൾ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ നമ്മളിനി ഞാൻ പോയി ഫ്രഷ് ആവട്ടെ. അപ്പൊ ജിവിന്റെ കോസ്റ്റ്യൂം ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഗൈസ്, ഇതാണ് ജിവു ഇടുന്ന കോസ്റ്റ്യൂം. സ്കേർട്ടാണ് കേട്ടോ. ഹാഫ് സ്കേർട്ടും ഷർട്ടും പിന്നെ ഓളെ ഷൂവ്, പിന്നെ ഓളെ ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഷോക്സ്, പിന്നെ എയർബോ, പിന്നെ ഓളെ മുടിയിൽ ഞാൻ താജ്മഹൽ പണിയും അതിന്റെ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് ഞാൻ ഇന്നലെ വാങ്ങിയ പുതിയ ചെരുപ്പ് ഗൈസ്. ഇത് വന്ന് വിഗോല എനിക്കറിയില്ല. ഓക്കെ, എനിക്ക് ഇഷ്ടമായപ്പോൾ ഞാൻ വാങ്ങി. പിന്നെ എൻ്റെ കോസ്റ്റ്യൂം ഈ റെഡാണ് കേട്ടോ, ചുരിദാറാണ്. സോ ബാസികാക്കുന്നത് ഞാൻ ബാസികാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് കാണിച്ചാൽ എനിക്ക് ജിവുവിൻ്റെ ഈ ചെരുപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഓക്കെ. ഞാൻ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിയത് വെൽക്കം വാഗന്നാണ്. സോ ജിവു ജനിച്ചത് മുതൽ ഇപ്പം രണ്ടര വയസ്സായില്ലേ, അപ്പം വരെ ഞാൻ ഫുള്ള് വാങ്ങല് വെൽക്കം വാഗന്നാണ് കേട്ടോ ജിവുവിൻ്റെ എല്ലാ കോസ്റ്റ്യൂമും. കാരണം അവിടുത്തെ ഡ്രസ്സ് ഒന്നും ആവില്ല, അത്രയും ക്വാളിറ്റിയും നല്ല അടിപൊളി ഡ്രസ്സാണ്. സോ അതാ വാങ്ങിയാണ്ടില്ലേ. ഇത് പിന്നെ ഇന്നലെ ജിവു ഷോപ്പിലേക്ക് ഇട്ടിട്ടോ. ജിവുവിന് കുറച്ച് ഷോപ്പിലേക്ക് ടീഷർട്ടൊക്കെ വേണം. ഇത് ഇന്നലെ ജിവു ഇട്ട ഡ്രസ്സാണ്. ഇതാണ് ജീന്. സോ ഇത് ഇനി ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. ബാസികാകെ ഇല്ലാത്തതുകൊണ്ട് ഗൈസ് ഞാൻ ഒറ്റക്കാണ് വീഡിയോ എടുക്കുന്നത്. ഓക്കെ. നല്ല ജീൻസ്. ജിവുവിന് ഇപ്പം അധികം ജീൻസ് ഇടാൻ ഇഷ്ടം. അപ്പോൾ ഒരു ജീൻസ്, ഇത് 2 ജീൻസ്, 3 ടോട്ടലി ഞാൻ 3 ജീൻസ് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ. ഞാൻ കുറച്ച് ഐറ്റംസ് കൂടി പറഞ്ഞിട്ടുള്ളൂ. പാർസൽ അയച്ചു തരാമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് ഇനി വേറെ എന്തൊക്കെയാണുള്ളത്. പിന്നെ ഓളെ ടവൽ വാങ്ങി, പിന്നെ അവൾക്ക് ബെഡ്സ് വാങ്ങിയിട്ടുണ്ട്. ബാസികാക്കാണ്. പിന്നെ മിറർ ഉണ്ടാവും, അവൾക്ക് ആവശ്യമുള്ള. അവ എവിടെ പോയാലും ഇപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, മുടുക്കുത്തി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. സോ പിന്നെ നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു കോസ്റ്റ്യൂമാണ് കേട്ടോ ജിവുവിന്. ഇത് ഇട്ടിട്ടില്ല, പുതിയതാണ്. ഞാൻ അവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊരു ടോപ്പും അതിൻ്റെ ഒരു ട്രൗസറും ആയിട്ടുള്ളത്. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതേപോലെ തന്നെ ഇപ്പോൾ വെറൈറ്റി ഇപ്പോൾ വന്നു ഇങ്ങനെ പാക്കറ്റ് പൊട്ടിക്കുമ്പോഴാണ് ഞാൻ അത് കണ്ടത്. വൈറ്റിൽ ഇങ്ങനെ ലാവൻഡർ, ഡാർക്ക് ലാവൻഡർ ബട്ടൺസ് വരുന്ന, അതിൻ്റെ കൂടെ തന്നെ ട്രൗസർ. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ 2 വൈറ്റ് ആയില്ലേ. ഇത് ടോപ്പ്, കുറച്ച് ടോപ്പ്, അതിൻ്റെ കൂടെ ഒരു പ്ലാസോ ടൈപ്പ് സ്കേർട്ട് ടൈപ്പ് പോലത്തെ ഒരു ട്രൗസർ. ഇത് ട്രൗസർ കേട്ടോ. നല്ല അഫോർഡബിൾ പ്രൈസിനാണ് കേട്ടോ അതൊക്കെ ഉണ്ടാവും. അത് പ്രൈസ് ഒന്നും ഇട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇതൊക്കെ ഞാൻ പൊട്ടിച്ചിട്ട് എടുത്തതാണ്. സോ ഇനി കുറച്ച് ടീഷർട്ട് ആട്ടോ ജിവുവിന് വാങ്ങിയത്. ഞാൻ കാണിച്ചു കണ്ടോ. എൻ്റെ ജിവു ഇങ്ങനെ തിളങ്ങി മിളിങ്ങി നിൽക്കും. അങ്ങനത്തെ കളേഴ്സാണ്. അയ്യവാ. ജിവുവിന് ഷോപ്പിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് വാങ്ങിയത് കേട്ടോ. ഇതൊക്കെ ഷോപ്പിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. നല്ല അടിപൊളി ടീഷർട്ട്, നല്ല ക്ലോത്താണ്. ഒരു കളർ ഇളകുക അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇത്ര 2.5 കൊല്ലമായി ഞാൻ ജിവാപ്പിന് ഡ്രസ്സ് എടുക്കുന്നത്. എല്ലാവർക്കും അറിയാം ഞാൻ എവിടുന്ന ഡ്രസ്സ് എടുക്കണം. ആദ്യമുള്ള ആൾക്കാർക്കൊക്കെ അറിയാം കേട്ടോ. ഞാൻ അധികം വെൽക്കം വാഗ് എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അവർക്ക്. അതിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഒരു എല്ലാ ഐറ്റംസും കാണിച്ചു തരും കേട്ടോ. സോ ഇത്രയും ഐറ്റംസ് ഞാൻ വെൽക്കം വാഗെന്ന് വാങ്ങിയതാണ്. സോ നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഡ്രസ്സ് വേണമെങ്കിൽ നിങ്ങൾ വെൽക്കം വാഗിൽ പോവുക. അടിപൊളി കളക്ഷൻസ് ആണ്. ഓക്കെ. ഗൈസ്, ഇന്ന് തള്ളച്ചും മോളിച്ചും കൂടി കല്യാണത്തിന് പോവാണ്.
എനിക്ക് പോകാൻ പറ്റില്ല കാരണം എനിക്കിന്ന് ഷോപ്പിൽ പണിക്കാരുണ്ട്. അതായത് ഞാനും മാറ്റിക്ക് ചെയ്തതാണ്, പക്ഷേ ഞാൻ കല്യാണത്തിന് ഉണ്ടാവില്ല. ആ ജിവാപ്പന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? ജിവാപ്പ നിങ്ങോട്ട് തിരിഞ്ഞ സുന്ദരിയായിക്കണ് പശുവിന്റെ. മാഷാള്ള മാഷാള്ള അടിപൊളിയായിക്കണ് കേട്ടോ. ഭയങ്കര പൊലിവിലാണ്, പുതിയ ഡ്രസ്സ് ഇട്ട ഭയങ്കര പൊലിവിലാണ്. ജുബിന്റെ നമ്മളെ ഷോപ്പിൽ വന്ന കളക്ഷനിൽ ജുബിക്ക് ഞാൻ എടുത്ത് കൊടുത്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മോഡലാണിത്. ഇത് റീസ്റ്റോക്കോ അല്ലെങ്കിൽ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ഒന്നുമല്ല, പക്ഷേ ഇതിന്റെ കളറ് ഇത് കുറേ പേര് എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് വീഡിയോ ഇട്ട പാടെ തന്നെ കുറേ പേര് ഇട്ടുണ്ടായിരുന്നു. ഹലോ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ നല്ല ഡ്രസ്സാന്ന്. വന്ന് കേറി ഇപ്പൊ രാവിലെ തന്നെ അവൾക്ക് മുട്ടായി എടുത്തു കൂടാ. ഏതാ ഇത് മറ്റത് ഫുള്ള് ഇപ്പൊ നമ്മളത്തെ ഷോപ്പത്താട്ടോ. ജിബു രസണ്ടാ? ജീവു ഇവിടെ ഫുള്ളാണ്. ജീവുവിനെ വീഡിയോ കാണിച്ചു കൊടുക്കാണ് ഇവിടെ വരാണ്. ശിവ എന്നോടൊന്ന് ചോദിച്ചത് ജീവ എന്നിട്ട് ഓനെ തല്ലിയും ചെയ്ത്. ജീവ ടേസ്റ്റ് ഉണ്ടോ? ജീവ ടേസ്റ്റ് ഉണ്ടോ? ഉണ്ടോ? ജീവാപ്പോ ഈ എത്ര പ്രാവശ്യം ജ്യൂസ് കുടിച്ചോ? ഇപ്പൊ മോളെയും കാണാനില്ലല്ലോ. ജ്യൂസ് ഫുൾ ടൈം ജ്യൂസ് കുടിയല്ലേ? ഭക്ഷണം കഴിച്ചിവിടെ കാത്തുക്കണു. കല്യാണമൊക്കെ കഴിഞ്ഞു പോരെ ജീവാപ്പോ? ഇമ്മമ്മ എന്തോ ബാ പപ്പയും കൂട്ടി പോരെ. ആ കണ്ട ഇപ്പന്റെ സ്നേഹം. ഒന്ന് എനിക്കും ഒന്ന് ജീവനും. വിരോധിയാണ്, മുട്ടായി വിരോധിയാണ്. ഇന്ന് ഞങ്ങൾ പോയിട്ടപ്പാ. അപ്പൊ നാളത്തെ കല്യാണത്തിന് ഇനി കാണാം. ഓക്കെ ഓക്കെ. അതാ പോണ. ഇപ്പ കൂടെ ഇല്ലട്ടാ. ഇപ്പ കൂടെ ഉണ്ടാവൂല. അതാ ഇപ്പ വരേറ്റേ. ഇപ്പ കുറച്ച് കഴിഞ്ഞാ വരോ? എന്നാ കാർ കേറി. ഇപ്പ ഉണ്ടാവൂല. പുളിന്റെ ഇല മോൻക്ക് ഊരവേദന ആയിട്ടേ തിളപ്പിക്കാനുള്ളതാ. ഓ വരുന്നില്ല. അപ്പൊ ഇല്ല ഈ ഇല്ലാണ്ട് എങ്ങനെ നിക്ക നമ്മള് പോയി. അപ്പൊ അമ്മ കുപ്പായം വേണ്ടേ? വേണ്ടല്ലോ. അത് കഴിച്ചെടുത്താലോ. ഒക്കെ കഴിച്ചെടുത്തു. ആ പമ്പേഴ്സ് മാത്രം ഉണ്ട്. പമ്പേഴ്സ് വേണ്ടേ? അമ്മ പോയിട്ടാ. പോയിക്കോട്ടെ. ഒരു കുലുക്കൂലല്ലോ. പോയി. അപ്പൊ ഗൈസ് അങ്ങനെ ഞാൻ ഷോപ്പിലെത്തി. ഓക്കെ ജീവല്ലായിട്ട് ഒരു രസമില്ല. ഇനി കുറേ സാധനം വന്നിട്ടുണ്ട് ഗൈസ്. ഞാനത് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ ജിമ്മല്ലായിട്ട് ഒരു രസമില്ല. അവൾക്ക് അങ്ങനെയാണ്. ബസിയാക്കൻ്റെ ഇപ്പനെ കണ്ടാൽ പിന്നെ ഓള് വരൂല. ഭയങ്കര കച്ചിലേക്കും. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ടാവും ഈ ആരെ കല്യാണത്തിനാണ് പോയത്? ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ. അതായത് എൻ്റെ നാത്തൂൻ്റെ പിയാപ്പിളിൻ്റെ അനിയത്തിയുടെ കല്യാണം. അതായത് നാത്തൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാസികാക്കൻ്റെ മൂത്താപ്പാൻ്റെ മോള്. ഓക്കെ അപ്പം ഓളെ പിയാപ്പിളിൻ്റെ അനിയത്തിൻ്റെ കല്യാണമായിരുന്നു. അപ്പം അതിന് പോയി.
ഓക്കെ, ഇനി ബാക്കി ഷൂട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇനി സിയാഫോനെ എടുത്ത് കൊണ്ടുവരണം. വൈകുന്നേരം അതുവരെ ഓളാട് ഒന്നോടെ കളിച്ചോട്ടെ, കാരണം എന്നും വീട്ടിലല്ലേ. ഓക്കെ, ഇനിയിപ്പോൾ നാളെ ഇപ്പൻ്റെ കൂടെ കല്യാണം ഉണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടീൻ്റെ കല്യാണം ഉണ്ട്. അപ്പം നാളെയും പോകുന്നുണ്ട്. ഇനി ഇന്നിപ്പോൾ ഏതൊരു ബണ്ടിൽ വന്നിട്ടുണ്ട്, 4 ബണ്ടിൽ വന്നിട്ടുണ്ട്. സോ അത് ഞാൻ അൺബോക്സിങ് ചെയ്യുന്ന വീഡിയോ കാണിച്ചു തരാം. അതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഷോപ്പിൽ നമ്മൾ എത്തിയപ്പോളാ കിഡിലോസ്ക്ക് സാധനം റീസ്റ്റോക്ക് വന്നിക്കണേ. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ JB സെറ്റ് തുടങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ടതും ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് റേഞ്ചിൽ കേട്ടോ, ബഡ്ജറ്റ് റേഞ്ചിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു പാറ്റേൺ നമുക്ക് റീസ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു 200 പീസോളൊക്കെ വന്നിട്ടുണ്ട്. സാധനം കിഡിലോസ്ക്ക് സാധനമാണ്. ഇതാ ഒരു രക്ഷയില്ലാത്ത പാറ്റേൺ ആണ്. വേണ്ടവർ വീഡിയോ കാണുമ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. 3 കളേഴ്സ്. ഇതിന്റെ ഷോർട്സ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡ്രസ്സിന്റെ വീഡിയോസ് ഒക്കെ നമ്മളുടെ യൂട്യൂബ് ഷോർട്സിലാണ് അപ്ഡേറ്റ് ചെയ്യല് കേട്ടോ. അപ്പോൾ ഷോർട്സ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ ഇൻസ്റ്റയിലാണ് ഇപ്പോൾ കൂടുതൽ ഓർഡേഴ്സ് ഒക്കെ വരുന്നത്. നമുക്ക് രണ്ടും നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്താൽ നമ്മൾ ലേറ്റസ്റ്റ് കളക്ഷൻസ് ഒക്കെ കാണാം. മെയിൻ ഹൈലൈറ്റ് ഒക്കെ നല്ല ബഡ്ജറ്റ് റേഞ്ചിലുള്ള പ്രീമിയം പാർട്ടി വെയറും നമ്മൾ ബഡ്ജറ്റ് റേഞ്ചിലാണ് കൊടുക്കുന്നത്. പ്രീമിയം എന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെ 3-4 റുപ്യേൻ്റെ മേലെ വരും. അതും നമ്മൾ ആ 4 റുപ്യ 400 റേഞ്ചിലായിരിക്കും തരാം കേട്ടോ. 3 കളേഴ്സാണ് ഇതിൽ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വേണ്ടവര് സ്ക്രീൻഷോട്ട് എടുക്കുക, താക്കണ നമ്പറിൽ. ജിപ്പപ്പന്റെ കൂടെ പോവാ. ഹലോ, ആരും കിട്ടിയില്ല, എല്ലാരും ഉണ്ട്. ഞാനൊരു വീഡിയോ എടുത്താ എല്ലാം ബാക്കാ കാണിച്ചു തരാം. നിങ്ങൾ പോണില്ല, നിങ്ങൾ ഇവിടെ നോളിട്ടോ ഞോളെ നോക്കാന് കേട്ടോ. നാളെ കല്യാണത്തിന് നമുക്ക് ഇവിടുന്ന് പോവാ. 11:30 11 നാളെ ഫുള്ള് കല്യാണല്ലേ. ജീവ ഇപ്പ പോണോ? പോണോ? എന്താപ്പത്? എന്നാ ചാടെ നിന്ന മമ്മയും പപ്പി ഉണ്ടാവൂല. മമ്മയും പപ്പി ഇല്ല. നീ പോണോ? അതാ അന്നെ ഞാൻ കാണുന്നില്ല. പപ്പ ഡീസൽ അടിച്ചിട്ട് വരും കേട്ടോ വണ്ടിയില് കേട്ടോ. ബായ് പറഞ്ഞാള്. ഓക്കെ. ആ എന്ത് പോന്നേ? ആ കിഞ്ഞ വേണ്ടല്ലേ പാത്തുമ്മ? കിഞ്ഞ വേണ്ട, ഇപ്പ മതി. ആ ഇവിടെ വന്നു.